ശ്രീ എ.പി.ജെ. അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിന്റെ 2ാം അധ്യായമാണ് ഈ വീഡിയോ. 1ാം ഭാഗത്തിൽ രാമേശ്വരത്തെ സ്കൂൾ കാലഘട്ടത്തെയാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. 2ാം ഭാഗത്തിൽ കോളേജ് കാലഘട്ടത്തെയും ആദ്യമായി ജോലി കിട്ടുന്നതുമൊക്കെ വിവരിക്കുന്നു. സംഭവങ്ങൾ ചുരുക്കിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ പുസ്തകം ഓൺലൈനിൽ ലഭ്യമാണ്. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. രാമനാഥപുരത്തിലെ ഷ്വാർട്സ് ഹൈസ്കൂളിൽ പഠനം ഉറപ്പായതോടെ എന്നിലെ 15കാരന്റെ ആത്മവിശ്വാസവും കൗതുകവും പുതുജീവൻ നേടി. മുന്നിൽ തുറന്നുകിടന്നിരുന്ന അനവധി വഴികളെയും അവസരങ്ങളെയും കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഞങ്ങൾ പോലുള്ള യുവമനസ്സുകൾക്ക് ശരിയായ ദിശ കാണിച്ചു തന്നത് എന്റെ അധ്യാപകനായ ഇയാദുരൈ സോളമനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹപൂർണമായ സമീപനവും തുറന്ന മനസ്സും ക്ലാസ് മുറിയെ ഭയമില്ലാത്ത സന്തോഷകരമായ പഠനസ്ഥലമാക്കി മാറ്റി. ഒരു നല്ല വിദ്യാർത്ഥിക്ക് അത്ര മികച്ചതല്ലാത്ത അധ്യാപകരിൽ നിന്നുപോലും ഏറെ പഠിക്കാൻ കഴിയും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും ഞങ്ങളെ ചിന്തിപ്പിക്കുമായിരുന്നു. രാമനാഥപുരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബന്ധം അധ്യാപകനും വിദ്യാർത്ഥിയും എന്ന പരിധി കടന്ന് ആത്മബന്ധമായി വളർന്നു. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ സത്യം ഇതായിരുന്നു: ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാനുള്ള ശക്തിയുണ്ടെന്നത്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞു, വിജയം നേടണമെങ്കിൽ 3 ശക്തികളെ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗിക്കണം: ആഗ്രഹം, വിശ്വാസം, പ്രതീക്ഷ. ഒരു കാര്യം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ആഴത്തിൽ ആഗ്രഹിക്കുകയും അത് സാധ്യമാകുമെന്ന് ഉറച്ച വിശ്വാസം പുലർത്തുകയും വേണമെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ ആകാശവും പക്ഷികളുടെ പറക്കലും എന്നെ അതീവ ആകർഷിച്ചിരുന്നു. കാക്കകളും കടൽപക്ഷികളും ഉയർന്നു പറക്കുന്നത് കണ്ടാൽ ഒരുനാൾ ഞാനും ആകാശത്തെത്തുമെന്ന സ്വപ്നം മനസ്സിൽ പിറന്നിരുന്നു. ഒരു സാധാരണ ഉൾനാടൻ ബാലനായിരുന്നെങ്കിലും ആ സ്വപ്നം സാധ്യമാകുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നീടുള്ള ജീവിതം ആ വിശ്വാസം വെറുതെയല്ലായിരുന്നെന്ന് തെളിയിച്ചു. ഇയാദുരൈ സോളമൻ ഒരു മഹാനായ അധ്യാപകനായിരുന്നു. തന്റെ വിദ്യാർത്ഥികളിൽ ഓരോരുത്തരും പ്രത്യേക കഴിവുകളുള്ളവരാണെന്ന ബോധം അദ്ദേഹം വളർത്തി. വലിയ വിദ്യാഭ്യാസ പശ്ചാത്തലമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നാലും മനസ്സുറച്ചാൽ ഒരാൾക്ക് ഇഷ്ടമുള്ളതെന്തും കൈവരിക്കാമെന്ന് അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തി. വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ വിധിയെപ്പോലും നീ മാറ്റാം. ഈ വാക്കുകൾ എനിക്ക് ജീവിതപാഠമായി. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ ഒരനുഭവം ഇന്നും ഓർമ്മയിലുണ്ട്. തെറ്റിദ്ധാരണ മൂലം മറ്റൊരു ക്ലാസ്സിൽ കയറിയതിനെ തുടർന്ന് എന്റെ ഗണിതാധ്യാപകൻ എന്നെ ശാസിച്ചു. അന്ന് അതൊരു വേദനയായ അനുഭവമായിരുന്നെങ്കിലും കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഞാൻ കണക്കിൽ മുഴുവൻ മാർക്ക് നേടിയപ്പോൾ അതേ അധ്യാപകൻ തന്നെ എന്നെ പൊതുവേദിയിൽ പ്രശംസിച്ചു. അപമാനമായി തോന്നിയ സംഭവം പിന്നീട് പ്രചോദനമായി മാറിയ നിമിഷമായിരുന്നു അത്. ഷ്വാർട്സ് സ്കൂളിലെ പഠനം അവസാനിക്കുമ്പോഴേക്കും ഞാൻ ലക്ഷ്യബോധവും ആത്മവിശ്വാസവുമുള്ള ഒരാളായി മാറിയിരുന്നു. ഉപരിപഠനത്തിനായി പുറപ്പെടണമെന്ന തീരുമാനത്തിൽ എനിക്ക് യാതൊരു ആശങ്കയും ഉണ്ടായില്ല. അന്നത്തെ സാഹചര്യങ്ങളിൽ ഉയർന്ന വിദ്യാഭ്യാസമെന്നത് കോളേജിൽ ചേർക്കുക എന്നതിലേക്കാണ് പരിമിതമായിരുന്നത്. അടുത്ത അവസരം ലഭിച്ചത് തിരുച്ചിറപ്പള്ളിയിലായിരുന്നു. 1950-ൽ ഇന്റർമീഡിയറ്റ് പഠനത്തിനായി ഞാൻ ട്രിച്ചിയിലെ സെന്റ് ജോസഫ്സ് കോളേജിൽ ചേർന്നു. പഠനമികവിൽ അതിവിശേഷനായിരുന്നില്ലെങ്കിലും ജീവിതപരിചയവും പ്രായോഗിക ബുദ്ധിയും എനിക്കുണ്ടായിരുന്നു. അതിന് കാരണമായത് രാമേശ്വരത്തിലെ എന്റെ സഹോദരന്മാരായിരുന്നു. അവധിക്കാലങ്ങളിൽ മൂത്ത സഹോദരന്റെ കടയിൽ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കഠിനാധ്വാനത്തിന്റെ മൂല്യവും പണത്തിന്റെ വിലയും ഞാൻ മനസ്സിലാക്കിയത്. മറ്റൊരു സഹോദരന്റെ ചെറുകടയിൽ കൈത്തറി കൗതുക വസ്തുക്കൾ വിറ്റ അനുഭവം സ്വയം നിലകൊള്ളാനുള്ള ആത്മവിശ്വാസം എന്നിൽ വളർത്തി. സെന്റ് ജോസഫ്സിൽ ഫാദർ സെക്യൂറ എന്ന അധ്യാപകനെ ലഭിച്ചത് എനിക്ക് വലിയ ഭാഗ്യമായിരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന അദ്ദേഹം ഹോസ്റ്റൽ വാർഡനുമായിരുന്നു. വിദ്യാർത്ഥികളുടെ ചെറിയ ആവശ്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന അത്യന്തം ദയാലുവായ മനുഷ്യനായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളോടുള്ള അദ്ദേഹത്തിന്റെ കരുതലും സഹാനുഭൂതിയും പഠനത്തിനു പുറമെ ജീവിത മൂല്യങ്ങളും നമ്മെ പഠിപ്പിച്ചു. 4 വർഷം ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കളോടൊപ്പം കഴിയാൻ എനിക്ക് അവസരം ലഭിച്ചു.
വ്യത്യസ്ത സംസ്കാരങ്ങളും ആചാരങ്ങളും പരസ്പരം പങ്കുവച്ച ആ ദിവസങ്ങൾ എന്റെ ചിന്തകളെ കൂടുതൽ വിശാലമാക്കി. ഗുരുക്കന്മാരുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹവും മാർഗനിർദ്ദേശവും ചേർന്ന ആ കാലഘട്ടം എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാവുന്ന അനുഭവങ്ങളിലൊന്നായി ഇന്നും നിലകൊള്ളുന്നു. സെന്റ് ജോസഫ്സിലെ അവസാന വർഷത്തിലേക്ക് കടന്നപ്പോഴാണ് എനിക്ക് ആംഗലേയ സാഹിത്യത്തോട് ഗൗരവമുള്ള താൽപ്പര്യം വളരുന്നത്. ചരിത്രപരമായ പശ്ചാത്തലമുള്ള നിരവധി കൃതികൾ ഞാൻ വായിച്ചു തുടങ്ങി. വിദേശ സംസ്കാരത്തിൽ നിന്നുള്ളവയായിരുന്നിട്ടും ടോൾസ്റ്റോയ്, സ്കോട്ട്, ഹാർഡി തുടങ്ങിയ എഴുത്തുകാരുടെ രചനകൾ എന്നെ ഏറെ ആകർഷിച്ചു. പിന്നീടെന്റെ വായന തത്വചിന്താപരമായ ഗ്രന്ഥങ്ങളിലേക്ക് വഴിമാറി. ഇതേ കാലഘട്ടത്തിലാണ് ഊർജ്ജതന്ത്രത്തോടുള്ള എന്റെ ആകാംക്ഷ ശക്തമാകുന്നത്. പ്രൊഫസർമാരായ ചിന്നദുരൈയും കൃഷ്ണമൂർത്തിയും പഠിപ്പിച്ച അണുവിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾ, വികിരണം, അർദ്ധായുസ്, വസ്തുക്കളുടെ വിഘടനം തുടങ്ങിയ ആശയങ്ങളെ എനിക്കാദ്യമായി പരിചയപ്പെടുത്തി. അണുവിലെ പല കണങ്ങളും സ്ഥിരതയില്ലാത്തവയാണെന്നും ഒരു നിശ്ചിത സമയത്തിനു ശേഷം അവ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നും ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത് അന്നായിരുന്നു. ഇത് എന്റെ ബാല്യകാല ശാസ്ത്രപാഠങ്ങളിൽ ഒരിക്കലും വിശദമായി പറഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും നാശം എല്ലാ സംയുക്ത വസ്തുക്കളുടെയും സ്വാഭാവിക ഗുണമാണ് എന്നെന്റെ പഴയ അധ്യാപകൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് വ്യക്തമായത്. ശാസ്ത്രം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുവെന്ന് ചിലർ കരുതുന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ ശാസ്ത്രത്തിന്റെ വഴികൾ മനുഷ്യഹൃദയത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ശാസ്ത്രമെന്നത് എനിക്ക് ആത്മീയ വളർച്ചയിലേക്കും സ്വയം തിരിച്ചറിവിലേക്കും നയിക്കുന്ന ഒരു പാതയാണ്. യുക്തിഭദ്രമായ ശാസ്ത്രചിന്തയുണ്ടായിട്ടും പലപ്പോഴും മനുഷ്യർ മിഥ്യകളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും വഴുതി വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രപഞ്ചശാസ്ത്രത്തെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ ഞാൻ ആസ്വദിച്ചു വായിക്കാറുണ്ടായിരുന്നു. എന്നാൽ ബഹിരാകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും ജ്യോതിഷത്തിലേക്ക് വഴിമാറുന്നത് എന്നെ ആശയക്കുഴപ്പത്തിലാക്കും. ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും മനുഷ്യജീവിതത്തെ നിയന്ത്രിക്കാനാകുമെന്ന വിശ്വാസം എനിക്കൊരിക്കലും യുക്തിപൂർണമായി തോന്നിയിട്ടില്ല. ഒരു കലയെന്ന നിലയിൽ ജ്യോതിഷത്തെ ഞാൻ തള്ളിപ്പറയുന്നില്ല. പക്ഷേ ശാസ്ത്രത്തിന്റെ രൂപം ധരിച്ച് അത് സ്വീകാര്യത തേടുമ്പോൾ അതിനെ അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ ഭൂമിയാണ് ഏറ്റവും ഊർജ്ജസ്വലവും ചലനാത്മകവുമായ ഗ്രഹം. ഈ ഗ്രഹത്തിന്റെ ഏതു ഭാഗത്തേക്ക് പോയാലും അവിടെ ജീവനും ചലനവും നിലനിൽക്കുന്നു. പാറകളിലും ലോഹങ്ങളിലും കളിമണ്ണിലും പോലും അദൃശ്യമായ ചലനങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. ഓരോ അണുവിന്റെയും ഉള്ളിൽ ഇലക്ട്രോണുകൾ തുടർച്ചയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ ചലനത്തിന്റെ അടിസ്ഥാനം. അണുകേന്ദ്രത്തിന്റെ ആകർഷണവും ഇലക്ട്രോണുകളുടെ ഊർജവും ചേർന്നുണ്ടാകുന്ന ഈ അതിവേഗ സഞ്ചാരം വസ്തുക്കളെ ദൃഢമായി തോന്നിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഖരവസ്തുക്കൾ ഉറച്ചവയായി നമുക്കനുഭവപ്പെടുന്നത്. യാഥാർത്ഥ്യത്തിൽ അവയുടെ ഉള്ളിൽ വൻതോതിൽ ഒഴിഞ്ഞിടവും ചലനവുമുണ്ട്. ഈ തുടർച്ചയായ ചലനം ഭൂമിയിലെ ഓരോ നിമിഷവും നടക്കുന്ന ഒരു മഹത്തായ നൃത്തം പോലെയാണ്. സെന്റ് ജോസഫ്സിൽ BSc പഠനത്തിന് ചേർന്നപ്പോഴും ഉയർന്ന പഠനത്തിനുള്ള മറ്റു വഴികളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല. ശാസ്ത്രവിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള തൊഴിൽ സാധ്യതകളും എനിക്കറിയാമായിരുന്നില്ല. ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് ഫിസിക്സ് എന്റെ യഥാർത്ഥ ലക്ഷ്യമല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്റെ സ്വപ്നങ്ങൾ എഞ്ചിനീയറിംഗിലായിരുന്നു. നേരത്തെ തന്നെ ആ വഴിയിലേക്ക് തിരിയാമായിരുന്നുവെങ്കിലും വൈകിയെങ്കിലും ശ്രമിക്കുന്നത് ഒരിക്കലും ശ്രമിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്ന് ഞാൻ സ്വയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങി. അങ്ങനെ അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ അഭിമാനമായി കണക്കാക്കപ്പെട്ടിരുന്ന മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രവേശനം നേടാൻ ഞാൻ അപേക്ഷിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിൽ എന്റെ പേരുണ്ടായിരുന്നെങ്കിലും പ്രവേശനത്തിനാവശ്യമായ തുക വലിയ വെല്ലുവിളിയായിരുന്നു. ഈ ഘട്ടത്തിലാണ് എന്റെ സഹോദരി സുഹ്റ ഉറച്ച പിന്തുണയുമായി മുന്നോട്ട് വന്നത്. സ്വന്തം സ്വർണ്ണ ആഭരണങ്ങൾ പണയം വെച്ച് അവൾ എന്റെ പഠനത്തിനാവശ്യമായ തുക കണ്ടെത്തി. അവളുടെ വിശ്വാസവും ത്യാഗവും എന്നെ ആഴത്തിൽ സ്പർശിച്ചു. ആ കടം എന്റെ സ്വന്തം ശ്രമത്തിലൂടെ തീർക്കുമെന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു. മികച്ച രീതിയിൽ പഠിച്ച് സ്കോളർഷിപ്പ് നേടുക എന്നതായിരുന്നു അതിനു മുന്നിലുള്ള ഏക വഴി.
MITയിലെത്തിയപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചിരുന്ന പഴയ വിമാനങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പറക്കൽ യന്ത്രത്തിന്റെ ഘടകങ്ങൾ പഠിപ്പിക്കാൻ സ്ഥാപിച്ചിരുന്ന അവയുടെ സമീപത്ത് മറ്റുള്ളവർ മടങ്ങിയ ശേഷവും ഞാൻ ഏറെ സമയം ചിലവഴിക്കുമായിരുന്നു. മനുഷ്യൻ ആകാശത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കണമെന്ന ആഗ്രഹത്തിന്റെ സാക്ഷ്യങ്ങളായി അവ എനിക്ക് തോന്നി. പഠനത്തിന്റെ ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ യാതൊരു മടിയുമില്ലാതെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ തിരഞ്ഞെടുത്തു. എന്റെ ലക്ഷ്യം അപ്പോൾ വ്യക്തമായിരുന്നു. വിമാനങ്ങളോടൊപ്പം എന്റെ ഭാവിയും ഉയരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ സമയങ്ങളിൽ എന്റെ പിതാവിന്റെ വാക്കുകളാണ് എന്നെ ശക്തനാക്കിയത്. മറ്റുള്ളവരെ അറിയുന്നവൻ അറിവുള്ളവനാണ്, എന്നാൽ സ്വയം തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ബുദ്ധിയില്ലാത്ത അറിവ് പ്രയോജനമില്ല. MITയിലെ പഠനകാലത്ത് എന്റെ ചിന്താശൈലിക്കും ഭാവി ജീവിതത്തിനും ദിശ നൽകിയ 3 അധ്യാപകരെ ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്നു. പിന്നീട് എന്റെ തൊഴിൽ ജീവിതം രൂപപ്പെടാൻ കാരണമായ അടിത്തറ അവരുടെ സംയുക്ത സ്വാധീനത്തിന്റെ ഫലമായിരുന്നു. വ്യക്തിത്വത്തിൽ വ്യത്യസ്തരായിരുന്നെങ്കിലും ബുദ്ധിയുടെ തീക്ഷ്ണതയും അശ്രാന്തമായ ആവേശവും കൊണ്ട് വിദ്യാർത്ഥികളെ മുന്നോട്ടു നയിക്കാനുള്ള കഴിവ് അവർക്കെല്ലാം പൊതുവായുണ്ടായിരുന്നു. വ്യോമഗതാഗതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നെ പഠിപ്പിച്ച പ്രൊഫസർ സ്പോണ്ടർ പ്രായോഗിക പരിചയത്തിൽ സമൃദ്ധനായ ഒരാളായിരുന്നു. യുദ്ധകാല അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആഴമേറിയ അടയാളങ്ങൾ പതിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും വ്യക്തിപരമായ വികാരങ്ങളെ മറികടന്ന് അദ്ദേഹം ഉന്നതമായ പ്രൊഫഷണൽ നിലവാരം കാത്തുസൂക്ഷിച്ചു. ശാന്തതയും ആത്മനിയന്ത്രണവും അദ്ദേഹത്തിന്റെ മുഖമുദ്രകളായിരുന്നു. ഏറ്റവും പുതിയ സാങ്കേതിക പുരോഗതികളെക്കുറിച്ച് പഠിക്കാനും അതിന് വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാനും അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പുലർത്തി. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടി. ഭാവിയെക്കുറിച്ച് അത്രയധികം ആശങ്കപ്പെടേണ്ട, ഉറച്ച അടിത്തറയാണ് പ്രധാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരാൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തോടുള്ളിലെ ആവേശവും ആത്മാർത്ഥതയും ഉണ്ടാകണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ ഉപദേശം. വിദ്യാഭ്യാസത്തിലോ വ്യവസായ സൗകര്യങ്ങളിലോ ഉള്ള കുറവല്ല, മറിച്ച് ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൽ പരാജയപ്പെടുന്നതാണ് പലർക്കും തടസ്സമാകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം. വ്യോമഘടനാരൂപകൽപ്പനയും വിശകലനവും പഠിപ്പിച്ച പ്രൊഫസർ KAV പണ്ടാല സൗഹൃദപരവും സജീവവുമായ അധ്യാപകനായിരുന്നു. ഓരോ വർഷവും അധ്യാപന രീതിയിൽ പുതുമ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അറിവും പാണ്ഡിത്യവും ഉണ്ടായിട്ടും അഹങ്കാരത്തിന്റെ ലേശം പോലും അദ്ദേഹത്തിൽ കാണാനായില്ല. വിദ്യാർത്ഥികൾക്ക് സംശയങ്ങളും വിയോജിപ്പുകളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്ന അദ്ദേഹത്തിന്റെ സമീപനം പഠനത്തെ കൂടുതൽ അർത്ഥവത്താക്കി. ഗണിതശാസ്ത്രജ്ഞനായ പ്രൊഫസർ നരസിംഹറാവു തിയററ്റിക്കൽ എയറോഡൈനാമിക്സിലൂടെ എന്നെ ആഴത്തിലുള്ള ചിന്തയിലേക്ക് നയിച്ചു. അദ്ദേഹത്തിന്റെ ക്ലാസുകളാണ് ഗണിതപരമായ ഭൗതികശാസ്ത്രത്തെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയമാക്കി മാറ്റിയത്. രൂപകൽപ്പനകളെ കൃത്യതയോടെ വിലയിരുത്താനുള്ള കഴിവ് എനിക്ക് ലഭിച്ചതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ ക്ഷമയുള്ള മാർഗനിർദ്ദേശങ്ങൾക്കുള്ള വലിയ പങ്കുണ്ട്. ഈ 3 ഗുരുക്കന്മാരുടെ അധ്യാപനത്തിലൂടെ വ്യോമസാങ്കേതികവിദ്യയുടെ സ്വഭാവം എനിക്ക് വ്യക്തമായി. സ്വാതന്ത്ര്യവും നിയന്ത്രണവും ചലനവും പ്രവാഹവും തമ്മിലുള്ള സൂക്ഷ്മ വ്യത്യാസങ്ങളാണ് ഈ ശാസ്ത്രത്തിന്റെ ഹൃദയം. അവരുടെ തീക്ഷ്ണമായ ചിന്തയും വ്യക്തതയും എന്നിൽ ഈ വിഷയത്തോടുള്ള ശക്തമായ ആവേശം വളർത്തി. ദ്രവഗതിക മാതൃകകൾ, ആഘാത തരംഗങ്ങൾ, ഉയർന്ന വേഗതകളിലുണ്ടാകുന്ന പ്രവാഹമാറ്റങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഗൗരവമായ പഠനത്തിലേക്ക് ഞാൻ കടന്നത് അങ്ങനെയാണ്. ക്രമേണ വിവിധ അറിവുകൾ എന്റെ മനസ്സിൽ ഒന്നിച്ചു ചേരാൻ തുടങ്ങി. വിവിധ തരത്തിലുള്ള വിമാനഘടനകൾ, ഇരട്ട ചിറകുള്ളവ, ഒറ്റച്ചിറകുള്ളവ, വാലില്ലാത്തവ, ഡെൽറ്റ ചിറകുള്ളവ എല്ലാം തന്നെ പുതിയ അർത്ഥങ്ങളോടെ മുന്നിൽ തെളിഞ്ഞു. ഈ 3 അധ്യാപകരും ചേർന്ന് ഒരു സമഗ്രമായ വിജ്ഞാനബോധം എന്നിൽ രൂപപ്പെടുത്താൻ സഹായിച്ചു. MITയിലെ അവസാന വർഷം എന്റെ ജീവിതത്തിലെ നിർണായകമായൊരു മാറ്റകാലമായിരുന്നു. രാജ്യത്ത് പുതിയ സാമൂഹിക വ്യാവസായിക ചിന്തകൾ ശക്തമാകുന്ന കാലം. ഈ ഘട്ടത്തിൽ എന്റെ ആത്മീയ വിശ്വാസങ്ങളെയും ശാസ്ത്രീയ ചിന്തയെയും തമ്മിൽ ചേർത്തു നോക്കേണ്ടി വന്നു. ശാസ്ത്രം മാത്രമാണോ സത്യത്തിലേക്കുള്ള ഏക വഴി, അതോ ദ്രവ്യത്തിനപ്പുറം മറ്റൊരു യാഥാർത്ഥ്യമുണ്ടോ എന്ന ചോദ്യങ്ങൾ എന്നെ ആഴത്തിൽ അലട്ടിയിരുന്നു. മതപരമായ മൂല്യങ്ങളിൽ വളർന്ന ഒരാളായതിനാൽ ആന്തരിക അനുഭവങ്ങളിലൂടെയാണ് യഥാർത്ഥ ജ്ഞാനം കൈവരിക്കപ്പെടുന്നതെന്ന ബോധം എന്നിൽ ശക്തമായി നിലനിന്നു. ഈ സമയത്താണ് സഹപാഠികളോടൊപ്പം താഴ്ന്ന ഉയരത്തിൽ ആക്രമണം നടത്താനുള്ള ഒരു വിമാനം രൂപകൽപ്പന ചെയ്യാനുള്ള പ്രോജക്റ്റ് എനിക്ക് ലഭിച്ചത്.
വ്യോമഗതിക രൂപകൽപ്പനയുടെ ചുമതല ഞാൻ ഏറ്റെടുത്തു. ആദ്യഘട്ടത്തിൽ എന്റെ പുരോഗതി വിലയിരുത്തിയ പ്രൊഫസർ ശ്രീനിവാസൻ അത് തൃപ്തികരമല്ലെന്ന് പറഞ്ഞു. അവസാനമായി വളരെ കുറച്ചു സമയം മാത്രം അനുവദിച്ച് നിർണായകമായൊരു വെല്ലുവിളി അദ്ദേഹം മുന്നോട്ടുവച്ചു. സ്കോളർഷിപ്പ് നഷ്ടപ്പെടുമെന്ന ഭയം എന്നെ അകത്തുനിന്ന് കുലുക്കി. എങ്കിലും പൂർണ്ണമായ ഏകാഗ്രതയോടെ ഞാൻ പ്രവർത്തിച്ചു. അവസാനം എന്റെ പരിശ്രമം അദ്ദേഹം അംഗീകരിക്കുകയും കടുത്ത സമ്മർദ്ദത്തിനിടയിലും ഞാൻ കാട്ടിയ മികവിനെ പ്രശംസിക്കുകയും ചെയ്തു. അത് എന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. ഇതിനിടയിൽ തമിഴ് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ലേഖന മത്സരത്തിൽ ഞാൻ പങ്കെടുത്തു. നമുക്ക് നമ്മുടെ സ്വന്തം വിമാനമുണ്ടാക്കാം എന്ന ആശയത്തെ ആസ്പദമാക്കി എഴുതിയ ലേഖനം എനിക്ക് 1ാം സമ്മാനം നേടിത്തന്നു. ഭാഷയുടെയും ശാസ്ത്രത്തിന്റെയും സാധ്യതകൾ ഒരുമിച്ച് കൊണ്ടുവരണമെന്ന എന്റെ ആഗ്രഹത്തിന്റെ ഫലമായിരുന്നു അത്. MITയിലെ വിടവാങ്ങൽ ദിനങ്ങളിൽ പ്രൊഫസർ സ്പോണ്ടർ നൽകിയ അംഗീകാരം എന്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞു. നിന്റെ കഠിനാധ്വാനം നിന്നെ ദൂരെ എത്തിക്കും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്റെ ജീവിതയാത്രയ്ക്ക് വലിയ പ്രചോദനമായി. പിന്നീട് ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ പരിശീലകനായി ചേർന്നപ്പോൾ സിദ്ധാന്തങ്ങൾ പ്രായോഗികമായി കാണാനുള്ള അവസരം ലഭിച്ചു. എഞ്ചിനുകളുടെ ഓവർഹോളിംഗ് മുതൽ ടർബൈൻ സംവിധാനങ്ങൾ വരെ നേരിട്ട് കൈകാര്യം ചെയ്ത അനുഭവം ക്ലാസ് മുറിയിലെ അറിവിനെ ജീവനുള്ള അനുഭവമാക്കി. വർഷങ്ങളായുള്ള കൈപ്പഴക്കത്തിലൂടെ വിജ്ഞാനം നേടിയ സാങ്കേതികജ്ഞരെ അവിടെ ഞാൻ കണ്ടു. ഡിഗ്രികളെക്കാൾ അനുഭവത്തിന് അവർ നൽകിയ വില എന്നെ അതീവമായി ആകർഷിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ മുന്നിൽ 2 വലിയ അവസരങ്ങളുണ്ടായിരുന്നു. ഒന്ന് വ്യോമസേനയിലെ സേവനം, മറ്റൊന്ന് പ്രതിരോധ വകുപ്പിലെ സാങ്കേതിക വികസന മേഖല. ഇരുവരിലും അഭിമുഖക്ഷണം ലഭിച്ചപ്പോൾ ദക്ഷിണഭാരതത്തിൽ നിന്നൊരു യുവാവായി ഇന്ത്യയുടെ വിശാലതയിലേക്ക് ആദ്യമായി ഞാൻ യാത്ര തിരിച്ചു. ആ യാത്ര എന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു.